ആർഷവിദ്യാ സമാജം ആദ്യ വനിതാ പ്രചാരക ഒ ശ്രുതി എഴുതിയ ഒരു പരാവർത്തനത്തിന്റെ കഥ എന്ന ഗ്രന്ഥത്തിന്റെ മറാഠി പരിഭാഷ കഥ ഏക പ്രത്യാവർത്തനാച്ചിയുടെ പ്രകാശനം ജൂലൈ 14 അതായത് ഇന്ന് നടക്കും. വൈകിട്ട് 5 മുതൽ 8 വരെ പൂനെ ലേഡി രമാഭായ് ഹാളിലാണ് പുസ്തക പ്രകാശനം നടക്കുന്നത്. രാജ്യസഭാംഗം ഡോക്ടർ മേധ കുൽക്കർണിയാണ് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ പത്മശ്രീ ഗിരീഷ് പ്രഭുനയ്ക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത്. ആർഷവിദ്യാ സമാജം സ്ഥാപകനും ഡയറക്ടറുമായ ആചാര്യശ്രീ കെ.ആർ. മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മുൻ പൂനെ MP പ്രദീപ് റാവത്ത്, ഉത്തം കുമാർ, കൺവീനർ കേരള സെൽ മഹാരാഷ്ട്ര പ്രതീക്ഷ ഫൗണ്ടേഷൻ ചെയർമാൻ സാത്വികി സവർക്കർ, ഹർഘർ സവർക്കർ ട്രസ്റ്റ് മെമ്പർ മൃത്യുഞ്ജയ പ്രകാശൻ ഉടമ, ജയപ്രകാശ് താപരിയ എന്നിവരും പ്രസ്തുത ചടങ്ങിൽ ആശംസാ പ്രഭാഷണങ്ങൾ നിർവഹിക്കും. ദേവവ്രത് ബാപ്പട്ട് ഹർഘർ സവർക്കർ ട്രസ്റ്റ് ആങ്കറിംഗ് നിർവഹിക്കും. വിശാലി ഷെട്ടി ആർഷവിദ്യാ സമാജം പ്രചാരിക പുസ്തകത്തെ പരിചയപ്പെടുത്തും. ഗ്രന്ഥകർത്തി ഒ ശ്രുതി മറുമൊഴി പറയും. പുസ്തകത്തിന്റെ പരിഭാഷ നിർവഹിച്ച A.R. നായർ, J.A. ഖദർഗാവക്കർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ഇസ്ലാമിക മതപരിവർത്തനത്തിന് വിധേയരാവുകയും പിന്നീട് ആർഷവിദ്യാ സമാജത്തിലൂടെ സ്വധർമ്മത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്ത അനഘ, അനുഷ, അമൃത, ശ്രീലക്ഷ്മി, ശ്വേത എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ആനന്ദ് റായ്പൂർ ബജ്രംഗ് ദൾ കർണാടക പ്രവർത്തകൻ സ്വാഗതവും മധുര ഇനാംദാർ ഠിഡെ ധർമ്മജാഗരൺ പർവതി ജില്ലാ സഹസംയോജിക നന്ദിയും പറയും. പ്രകാശന ചടങ്ങുകൾക്കൊപ്പം സംഗീതാർച്ചന, നൃത്തങ്ങൾ എന്നിവയും നടക്കും. ആർഷവിദ്യാ സമാജം, ബൗദ്ധികം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ്, പൂനെയിലെ ഹർഘർ സാവർക്കർ ട്രസ്റ്റ്, മൃത്യുഞ്ജയ് പ്രകാശൻ, സ്കൽ ഹിന്ദു സമാജ്, അനന്ത് റായ്പൂർ, സാത്വികി സവർക്കർ, രമേശ് ബംഗൊണ്ട, ദേവവ്രത് ബാപ്പട്ട്, രാഹുൽ ബംഗൊണ്ട എന്നിവരുടെ സംയുക്ത ശ്രമങ്ങളിലൂടെയാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ മതതീവ്രവാദം വലിയ തോതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റ് സമുദായങ്ങളിൽ നിന്ന് പെൺകുട്ടികളും പലപ്പോഴും ആൺകുട്ടികളും അസാധാരണമായ രീതിയിൽ ഇസ്ലാം മതത്തിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അതൊക്കെ മൂടിവെച്ചു. വിങ്ങിപ്പൊട്ടലുകളും പൊട്ടിത്തെറികളും കേരളത്തിലെ നിരവധി മുസ്ലിം ഇതര വിഭാഗങ്ങളിലുണ്ടായി. RSS, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഹെൽപ്പ് ലൈൻ തൊട്ട് നിരവധി ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കും ആശ്രമങ്ങൾക്കും മുന്നിൽ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ വരാൻ തുടങ്ങി. ഇതിൽ പലതും ആർഷവിദ്യാ സമാജത്തിന് മുന്നിലെത്തി. ഈ കേസുകളിൽ ഹൈന്ദവ സംഘടനകൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ സമാജം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതോടെ ഈ രംഗത്ത് തിരക്കായി. 2009 മുതലാണ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകൾ ആശ്രമം വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. വിവിധ മതങ്ങളിലേക്ക് പോയ ശേഷം ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തിയത് 3000-ഓളം പേരാണ്. ഇസ്ലാം മതം സ്വീകരിച്ച് 2200-ഓളം പേരും പെന്തക്കോസ്ത സഭയിൽ നിന്ന് 800-ഓളം പേരും തിരികെ എത്തി. 1999 മുതൽ പ്രവർത്തിക്കുന്ന ആർഷവിദ്യാ സമാജമാണ് ഇവരുടെ തിരിച്ചുവരവിന് രാജ്യമൊട്ടാകെ അവസരമൊരുക്കിയത്. വിവിധ മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആർഷവിദ്യാ സമാജം ഒരു മതവും മോശമാണ് എന്ന് പറയുന്നില്ല. ബൈബിളും ഖുറാനും ഗീതയും എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നു. എല്ലാ മതഗ്രന്ഥവും പഠിച്ച ശേഷം നല്ലത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ അവസരം നൽകുകയാണ് സമാജം. എന്തായാലും ശ്രുതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും ശ്രുതിയുടെ ജീവിതത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.